ആടുജീവിതം സിനിമയാക്കാൻ ആദ്യം എന്നോട് ആവശ്യപ്പെടുന്നത് ലാൽ ജോസാണ്. ബ്ലസി എന്ന് പറയുന്ന സംവിധായകൻ കഴിഞ്ഞ 14 വർഷമായി ഒരു സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞു നടന്ന് ഒരു അധികാര സ്വഭാവം പുലർത്തിയോ അതിങ്ങനെ വേണമെന്ന് ശഠിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ എത്രയാണ് എന്ന് ബ്ലസിക്കുള്ള നിശ്ചയമാണ്. ആടുജീവിതം സിനിമയാക്കാൻ ആദ്യം എന്നോട് ആവശ്യപ്പെടുന്നത് ലാൽ ജോസാണ്. പക്ഷെ അദ്ദേഹത്തിന് ആ സമയത്ത് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് കാരണം അറബിക്കഥ എന്ന് പറയുന്ന സിനിമ വന്നതേ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അത് പിന്നെ ബ്ലസ്സിയിലേക്ക് പോവുകയും അദ്ദേഹം അത് ഏറ്റെടുക്കുകയുമായിരുന്നു. അപ്പോൾ ബ്ലസ്സി ഇതിനെ സമീപിച്ച് നമ്മൾ ആദ്യ ചർച്ച നടത്തുമ്പോൾ തന്നെ അദ്ദേഹം ആ നോവലിനെ കൺസീവ് ചെയ്തിരിക്കുന്നതിൻ്റെ ആഴം എനിക്ക് ബോധ്യപ്പെട്ടു. എങ്ങനെയൊക്കെയാണ് ആ സിനിമ കൺസീവ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഉറച്ച ബോധ്യം അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്ക് തിരിച്ചറിയാൻ ചെയ്തു. അപ്പം അങ്ങനെ ഒരു സംവിധായകനെ വിശ്വസിച്ചേൽപ്പിക്കാം എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ആദ്യത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ ബോധ്യത്തിൻ്റെ മറ്റൊരു ഘടകം ബ്ലസി ഇന്നോളം ചെയ്തിട്ടുള്ള മറ്റ് സിനിമകളുമാണ്. മനുഷ്യവേദനയെ ഒപ്പിയെടുക്കുന്ന ഒരു കൃതി എന്ന നിലയിൽ അതിനെ ഒപ്പിയെടുക്കാൻ യഥാർത്ഥത്തിൽ ബ്ലസി എന്ന് പറയുന്ന സംവിധായകന് കഴിയുമെന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ ആടുജീവിതം കൊടുക്കുന്നത്. ബ്ലസി എന്ന് പറയുന്ന ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലെ നായകൻ്റെ രൂപം എന്താണെന്ന് തീരുമാനിച്ചത്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ എത്രയാണ് എന്ന് ബ്ലസിക്കുള്ള നിശ്ചയമാണ്. ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടി അദ്ദേഹം എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആവും. കാരണം ഇത് ഒരു വലിയ കാലഘട്ടത്തെ അവതരിപ്പിക്കേണ്ട ദീർഘകാലമായ ഷൂട്ടിംഗ് നടക്കേണ്ട ഒന്നാണ്. അതിനോടൊപ്പം സഞ്ചരിക്കാൻ മനസ്സുള്ള എന്നാൽ ക്രിയേറ്റീവായി വലിയ കഴിവുള്ള അയാളിൽ നിന്ന് ഊറ്റിയെടുക്കാൻ ഇനിയും ധാരാളം ഇടങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞൊരു സംവിധായകനാണ് പൃഥ്വിരാജിനെ തിരഞ്ഞെടുത്തത്. ഷൂട്ടിംഗ് തുടങ്ങി പടം മുന്നോട്ട് പോകുമ്പോൾ ആ തീരുമാനം 100% ശരിയായിരുന്നു എന്ന് ബ്ലസിയും പൃഥ്വിരാജും തെളിയിക്കുകയും ചെയ്തു. ആടുജീവിതം എഴുതി തുടങ്ങുന്നത് 2005-ലാണ്. അന്ന് തുടങ്ങി ഒരു 2008 ആദ്യത്തോടു കൂടിയാണ് ആ നോവൽ എഴുതി പൂർത്തിയാവുന്നത്. പക്ഷേ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ മനസ്സിൽ രൂപപ്പെടുന്നതിനും എത്രയോ കാലം മുമ്പെയാണ്. അന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയുമായിരുന്നു, ഒരു മനുഷ്യനും ദൈവവും മാത്രമുള്ള ഒരു വിഷയം വെച്ചിട്ട് ഞാനൊരു നോവൽ എഴുതും, അതിനെ സംബന്ധിച്ചുള്ള ആശയങ്ങളൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കാലമാണ്. പക്ഷേ അതേ സമയത്ത് അതിനെ എങ്ങനെ ദൃശ്യങ്ങളാക്കി വാചകങ്ങളാക്കി കൊണ്ടുവരണം, അനുഭവങ്ങളാക്കി കൊണ്ടുവരണം എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോഴാണ് യാദൃച്ഛവശാൽ ഞാൻ നജീബ് എന്ന് പറയുന്ന മനുഷ്യനെ കണ്ടുമുട്ടുകയും അയാൾ മരുഭൂമിയിൽ കഴിച്ചു കൂട്ടിയ 3 വർഷങ്ങളുടെ കഥ കേൾക്കുകയും ചെയ്യുന്നത്. അങ്ങനെ കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഈ ഒരാളും ദൈവവും മാത്രമുള്ള ആശയത്തിൽ വരുന്ന ഒരു നോവലാവും ഇത് എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തപ്പെടുകയും ആടുജീവിതം എന്ന് പറയുന്ന നോവൽ എഴുതാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അതിനകത്ത് നജീബിൻ്റെ അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിനു മുമ്പ് 15 വർഷക്കാലത്തോളം മരുഭൂമിയിൽ ജീവിച്ച അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്ത് ജീവിച്ച ബെന്യാമിൻ എന്ന് പറയുന്ന ആളിൻ്റെ അനുഭവവും ഓർമ്മകളും സങ്കല്പങ്ങളും ഭീതികളും ആകുലതകളും ഏകാന്തതകളും ഒക്കെ അതിലൂടെ ദാർശനികമായി പകർത്താനുള്ള ഒരു ശ്രമമാണ് ഞാൻ ആ നോവലിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടത് നജീബിൻ്റെ കഥയായിരിക്കെ തന്നെ എൻ്റെ ആകുലതകളും എൻ്റെ സംഘർഷങ്ങളും ഒക്കെയാണ്. അതിലൂടെ കടന്നുപോയതൊക്കെ ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ കടന്നുപോയിരുന്നെങ്കിൽ എങ്ങനെയാവും എന്നുള്ള ഒരു വിചാരത്തിലാണ് നോവൽ എഴുതിയത്. ടാഗോറൊക്കെ പറയുന്നത് പോലെ, നീ എൻ്റെ കയ്യിൽ ഈ മധുരമായ സാധനം എൻ്റെ കയ്യിൽ തന്നെ വെച്ച് തന്നല്ലോ, അല്ലെ എൻ്റെ കയ്യിലൂടെ ലോകത്തിന് സമ്മാനിക്കാൻ ഇടയാക്കിയല്ലോ എന്ന് പറയുന്ന പോലെ ആടുജീവിതം എൻ്റെ കയ്യിലൂടെ പുറത്തു വന്നല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ. ബ്ലസി എന്ന് പറയുന്ന സംവിധായകൻ കഴിഞ്ഞ 14 വർഷമായി ഒരു സിനിമയ്ക്ക് പിന്നാലെ അലഞ്ഞു നടന്ന് പൃഥ്വിരാജ് എന്ന നടൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഭീഷണിയാവുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറച്ച് ഒക്കെ ഡെഡിക്കേറ്റഡായി കൊടുത്ത ഒരു വലിയ വർക്കാണ്. അത് ജനങ്ങൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഞാൻ കരുതുന്നു. അതിൻ്റെ ടെൻഷനുള്ളൂ, അല്ലാതെ എൻ്റെ കൃതിക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ആടുജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു എന്നല്ല. അവർ കൊടുത്ത ഡെഡിക്കേഷൻ, അവരുടെ സമർപ്പണം സമൂഹം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറയാം. സാധാരണ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്താൻ കൊടുക്കുമ്പോൾ ഞാൻ അതിൽ ഇടപെടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് സിനിമയും എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു കലാരൂപമായി മാറുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കൂടുതലായും അതിൻ്റെ സംവിധായകനിൽ നിക്ഷിപ്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വിട്ടുകൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ സിനിമാ പ്രോസസ്സിൻ്റെ മുഴുവൻ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. നമ്മൾ ഇതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന സംഭാവനകളൊക്കെ അതിൻ്റെ ക്രിയേറ്റീവ് തലത്തിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ
പുസ്തകത്തിന്റെ ഉടമ എന്ന തരത്തിലുള്ള ഒരു ആധികാരിക സ്വഭാവം അതിനോട് പുലർത്തുകയോ ഒരു അധികാര സ്വഭാവം പുലർത്തുകയോ അതിങ്ങനെ വേണമെന്ന് ശഠിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ഒരു ചെറിയ പരീക്ഷണം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളത് ഞാനും ശ്രീ GR ഇന്ദുഗോപനും കൂടി ചേർന്ന് എഴുതിയ ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ചെറിയ സിനിമയുടെ തിരക്കഥയിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ പങ്കെടുത്തതാണ്. പക്ഷേ ബേസിക്കലി ഞാൻ എന്നെ ഒരു തിരക്കഥാകൃത്തായി കാണുന്നില്ല എന്നുള്ളതാണ്. 3 വർഷം എടുത്തൊരു തിരക്കഥ എഴുതി കൊടുക്കുന്നതിനേക്കാൾ ഞാൻ അനുഭവിക്കുന്ന ആഹ്ലാദം എന്ന് പറയുന്നത് ഒരു നോവൽ എഴുതി കൊടുക്കുന്നതാണ്. കാരണം അത് എൻ്റെ മാത്രം സ്വന്തമായിരിക്കും, ഞാൻ എന്നോട് തന്നെ ചർച്ച ചെയ്ത് പൂർത്തിയാക്കി ചെയ്യുന്നതാണ്. തിരക്കഥ എന്ന് പറയുന്നത് പരസ്പര ആശയവിനിമയത്തിൻ്റെയും കൊടുക്കുവാങ്ങലിൻ്റെയും വിട്ടുവീഴ്ചയുടെയും ഒക്കെ ഇടമാണ്. അങ്ങനെ ഒരു ഇടത്ത് പോകുന്നതിനേക്കാൾ സർഗാത്മകമായ സ്വാതന്ത്ര്യവും ആഹ്ലാദവും അനുഭവിക്കുന്നത് എഴുത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തിരക്കഥയിലേക്ക് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. പിന്നെ ആരെങ്കിലും നിർബന്ധിച്ചാൽ അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥയൊക്കെ ആണെങ്കിൽ അന്നേരം ആലോചിക്കാമെന്ന് മാത്രമേ. ബെന്യാമിൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഓരോ കൃതിയും ഒന്നിനൊന്ന് വ്യത്യസ്തമാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആടുജീവിതം എഴുതിയതിനു ശേഷം ഞാൻ അതിൽ നിന്ന് വളരെ വിഭിന്നമായ ആശയത്തിലായാലും ഭാഷയിലായാലും ഘടനയിലായാലും ഒക്കെ വിഭിന്നമായ മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലാണ് എഴുതിയത്. അതിനുശേഷം എഴുതുന്നു അൽ-അറേബ്യൻ നോവൽ ഫാക്ടറി, മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന് പറയുന്ന ഇരട്ട നോവലാണ്. അത് വളരെ പൊളിറ്റിക്കലായ ഒരു നോവലാണ്, അറബ് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നതാണ്. അതിനുശേഷം മാന്തലിന്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എഴുതുന്നു, ശരീരശാസ്ത്രം എഴുതുന്നു, നിശബ്ദ സഞ്ചാരങ്ങൾ എഴുതുന്നു. എൻ്റെ ഈ കഴിഞ്ഞ 25 വർഷത്തെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള ഒരു മാറ്റം, ആദ്യകാലത്ത് എഴുതിയ പ്രണയകഥകളിൽ നിന്ന് പൊളിറ്റിക്സ് എഴുതുന്നതിലേക്ക്, നമ്മുടെ പ്രാദേശിക ജീവിതങ്ങൾ എഴുതുന്നതിലേക്ക്, സ്ത്രീകളുടെ ജീവിതങ്ങൾ എഴുതുന്നതിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. സ്വാഭാവികമായ ഒരു പരിണാമം അതിനും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.